ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് ഇപ്പോൾ 2024 ഒക്ടോബർ ബാച്ചിലെ എക്സാം ഒക്കെ കഴിഞ്ഞ് പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ എല്ലാ സ്റ്റുഡൻസും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷനും പേടിയും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുള്ള ആൻസർ ഷീറ്റിൽ നിങ്ങൾ എന്തൊക്കെയോ മിസ്റ്റേക്ക് വരുത്തി എന്നുള്ളത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ എക്സാമിനെ കുറിച്ച് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ അറിയുന്ന ആളുകൾ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആൻസേഴ്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറയും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കോഡ് എഴുതിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ട് ഭയപ്പെടുന്നുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ആങ്സൈറ്റിയും ഡിപ്രഷനും അതുപോലെ തന്നെ പേടിയും ഒക്കെ കാരണം നമുക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് വരുത്താവുന്ന ഏറ്റവും മേജർ ഇഷ്യൂസ്, നിങ്ങളെ മാർക്ക് കുറയുന്ന രീതിക്ക് വരുന്ന മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറയുന്ന ഇഷ്യൂസ് മെയിനായിട്ട് 3 എണ്ണമാണ്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ലേ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ആൻസർ ഷീറ്റിലേക്ക് നിങ്ങൾ എഴുതുന്ന സമയത്ത് നമ്പർ ഇടുമ്പോൾ നിങ്ങൾ നമ്പേഴ്സ് തെറ്റായി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതൊരു മേജർ ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി പോയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ കാര്യത്തിൽ ഭയന്നാൽ മതി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ നമ്പറൊക്കെ കറക്റ്റായിട്ട് എഴുതി, പക്ഷേ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നിങ്ങൾ നോക്കിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അതായത് 2 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ 5 മാർക്കിൻ്റെ ആൻസർ എഴുതുന്ന പോലെ ഒരു പുറം മുഴുവൻ എഴുതി വെച്ചെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ആ ഒരു ചോദ്യത്തിന് 2 മാർക്കേ കിട്ടുള്ളൂ. 5 മാർക്കിനോളം നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ്. ആൻസർ ഷീറ്റ് അത്രയും എഴുതി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചും സംഭവിക്കാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറച്ച് ലൈനുകളിലായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു 5 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ്റെ നമ്പറും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ മാർക്കും പരിഗണിക്കാതെയുള്ള ആൻസർ റൈറ്റിംഗ്, ഈ ഒരു 2 കാര്യങ്ങളാണ് മേജർ ഇഷ്യൂസ്. ഇനി ഒരു മൈനർ ഇഷ്യൂ ആണ് എങ്കിൽ പോലും അത് കുറച്ച് എന്താ പറയുക കുട്ടികൾക്കൊക്കെ സംഭവിച്ചു പോകാവുന്ന ഒരു തെറ്റാണ്. അതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിന് ഇപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 54 ക്വസ്റ്റ്യൻസ് മാക്സിമം അല്ലെങ്കിൽ ഒരു 56 ക്വസ്റ്റ്യൻസ് മാക്സിമം ഉണ്ടായിരുന്നിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളൊരു 4 or 5 ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ വിട്ടുപോയ കുട്ടികളുണ്ടാവും. അപ്പോൾ 54 ചോദ്യങ്ങളുള്ള ഒരു ചോദ്യ പേപ്പർ കൈ കിട്ടിയിട്ട് അതിലൊരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടുപോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഫെയിൽ ആവും എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. ബാക്കി 49 ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, നിങ്ങളെ ആൻസേഴ്സ് അത്രത്തോളം ക്വസ്റ്റ്യൻസിൻ്റെയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആൻസർ അതായത് ഇവാലുവേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് അത്രയും മാർക്കുകളൊന്നും കുറഞ്ഞ് ഒരു 33 മാർക്കാണ് നമ്മളെ പാസ് മാർക്ക്, അതൊക്കെ കിട്ടാത്ത പക്ഷം നിങ്ങൾ ഫെയിലായി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം ഈ 3 കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പം ഈ തെറ്റുകളൊന്നും ആൻസർ ഷീറ്റിൽ എനിക്ക് വന്നിട്ടില്ല എന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ട് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയങ്ങളിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ, പേടി അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടും ആവലാതിപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെയൊന്നും ടെൻഷൻ ആവേണ്ട ഒരു കാര്യവും വരുന്നില്ല. ഒന്ന്, നിങ്ങൾ എഴുതിയ ആൻസേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റാണ്, ക്വസ്റ്റ്യൻ മാർക്ക് അനുസരിച്ചാണ് ആൻസേഴ്സ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഈ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ തന്നെ ആൻസേഴ്സും ഒക്കെ നോക്കി ഇത്രയും കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ആൻസർ ഷീറ്റിന് കുറച്ച് അല്ലെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വിട്ടുപോയി പോട്ടെ, ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ വിട്ടുപോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തോറ്റുപോകും എന്നൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആൾക്കാരോട് നിങ്ങൾ തിരിച്ചു പറയാം, അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇത്രയും തെറ്റുകൾ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇരിക്കുക. നിങ്ങളടുത്ത് ആരെങ്കിലും അങ്ങനത്തെ രീതിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പറയുക, എന്താണ് ഇത്രയും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ പാസ്സാവാതിരിക്കുള്ളൂ, ഞാൻ ഇങ്ങനെ ഇത്രയും നല്ല വൃത്തിയായിട്ട് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്
എന്നല്ല, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ മാർക്ക് കുറയാൻ കാരണം എന്നുള്ളത്. സോ ഇതൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആളുകളെടുത്ത് നിങ്ങൾ പറയുക, അത്രയും തെറ്റുകളൊന്നും എനിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് മാർക്കൊന്നും വലിയ രീതിയിൽ കുറയാനുള്ള ചാൻസ് ഇല്ല, ഞാൻ എന്തായാലും പാസ്സാവും എന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടി തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. എല്ലാവരും പാസ്സാവട്ടെ, നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ മിസ് വിഷ് ചെയ്യാണ്. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളെ ചാനൽ വഴി നമ്മൾ തരാറുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി നല്ല അടിപൊളിയായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ആൻസർ ലൈവ് സെഷൻസും ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോയിട്ടുണ്ടാവുക. സോ NIOSന്റെ ഇത്തരം വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് NIOSന്റെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി NIOSലെ എക്സാം എഴുതാൻ ഇനി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് വീഡിയോ കാണുന്നതെങ്കിലോ, നിങ്ങൾക്കുള്ള ക്ലാസ് സപ്പോർട്ടും അതുപോലെ തന്നെ മെറ്റീരിയൽ സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്